ഹേയ്, അസ്സലാമു അലൈക്കും. എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മുസ്ലിം ആവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കുകയും എപ്പോഴെങ്കിലും ഖുർആൻ എടുത്ത് വായിക്കുകയും എന്നാൽ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു എംപ്റ്റിനെസ്, വല്ലാത്തൊരു ഏകാന്തത നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങൾ ഒരിക്കലും ഒരു ബാഡ് ആയിട്ടുള്ള മുസ്ലിം ആവുന്നില്ല. നിങ്ങൾ അള്ളാഹുലേക്ക് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മുസ്ലിമാണ്. നിങ്ങൾ ദീനിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴും നിസ്കരിക്കാനും ഖുർആൻ ഓതാനുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. ആൻഡ് സത്യമായിട്ടും ആ ഒരു കാര്യം തന്നെ മതി അള്ളാഹുവിനെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സ് തളർന്നിട്ടുണ്ടാവുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആദം നബിയുടെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നും ഏറ്റവും മികച്ചത് ആരാണോ ആ തെറ്റിൽ നിന്ന് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് അവരാണ്. നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പോഴും നമുക്ക് സമയമുണ്ട്, ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വൺസ് നിങ്ങൾ ഈമാൻ്റെ രുചിയൊന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പിറകിലേക്ക് പോവില്ല. നിങ്ങൾ കൂടുതൽ അള്ളാഹുലേക്ക് ക്ലോസ് ആവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് തുടങ്ങുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം സ്വർഗത്തിന് വിലയുള്ളതാണ്, അതിന് വെർത്താണ്. അതുകൊണ്ട് എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും ഒരിക്കലും നമ്മുടെ റബ്ബിലെ നമ്മൾ കൈവിടാൻ പാടില്ല. ഈ ഒരു ലോകം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഒരു ജയിൽ പോലെയാണ്, പ്രിസൺ പോലെയാണ്. നമ്മൾ ഈ ലോകത്ത് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കും. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ എന്തായാലും പരീക്ഷിക്കപ്പെടും. മറിച്ച് അവിശ്വാസികൾക്ക് ഈ ഒരു ലോകം സ്വർഗം പോലെയാണ്. എന്ന് വെച്ച് അവർക്ക് ഈ ലോകത്ത് ഒരു പ്രയാസവും ഇല്ല എന്നല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവന് ഇഷ്ടമുള്ളവരെ മാത്രമേ അവൻ പരീക്ഷിക്കുകയുള്ളൂ. നമ്മുടെ നബിമാരുടെ ചരിത്രം നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെത്രത്തോളം വേദനയിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് കടന്നു പോയിട്ടുള്ളത് എന്ന്. ആൻഡ് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരിക്കലും ഒരു ആത്മാവിന് താങ്ങാൻ പറ്റാത്ത വിഷമം അല്ലെങ്കിൽ വേദന നൽകില്ല. അങ്ങനെ നമ്മുടെ റബ്ബ് നമുക്ക് ആ ഒരു വേദന തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾക്കത് താങ്ങാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു വേദനിപ്പിക്കുന്ന കാര്യം തിരിച്ച് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട്, തിരിച്ച് നമ്മുടെ ദീനിലെ ശരിയായ രീതിയിൽ ഒന്നും കൂടെ നമ്മളെ മനസ്സിൽ സ്നേഹം കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മുടെ റബ്ബ് നമുക്ക് ഈ ഒരു പ്രയാസമായ ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾക്ക് നൽകുന്നത്.